എന്തോടെ ഒരു സാധനം അങ്ങോട്ട് ഓടിപ്പോയത്? ഇവരെല്ലാം പേടിച്ചു പോയിട്ടാ. ചീറിപ്പാഞ്ഞ് എന്തോ ഒരു സാധനം പിള്ളേരുടെ ഇടയിലോട്ടാ പോയത്. അവരെടുത്ത് പോയി. എന്തൊരു മോനെ പോയത്? അണ്ണാനായിരുന്നു കേട്ടാ. എല്ലാരും പേടിച്ചു പോയി. അണ്ണ ഇറങ്ങി ഇതിന്റെ ഇടയിൽ കൂടി ഓടി. ഞാൻ വിചാരിച്ച് പാമ്പാണെന്ന്. നമ്മുടെ വൈറൽ താരം നയനയുടെ ആരാധകനാണ്. പക്ഷെ നയനയെന്നും പറഞ്ഞ് മാലയിട്ടത് വേറൊരാൾക്കായി പോയി കേട്ടാ. ആള് മാറിപ്പോയി. നയനെന്നും പറഞ്ഞ് മാലയിട്ട വേറൊരു കൊച്ചിന്. നയനെന്നും പറഞ്ഞ് മാലയിട്ടത് മാറിപ്പോയില്ലേ? മാലയിട്ട ആള് മാറിപ്പോയി. ഇതല്ലേ നയന? അവാർഡ് ടീം ആലിംഗലമ്മയ്ക്കുണ്ട്. അത് കലക്കി. നമ്മുടെ കലാഭവൻ മണി ഫൗണ്ടേഷന്റെ അവാർഡ് ഈ വർഷം ആലിംഗലമ്മയ്ക്കാണ് കിട്ടിയത്. വളരെ സന്തോഷം. ജനുവരി 1 ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെയും അന്ന് തന്നെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ കൂടുതലും എടുക്കുന്നത് കലാഭവൻ മണി ചേട്ടൻ്റെ സോങ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 1500-ലധികം വേദികളും ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. ഒരു 12 ജില്ലകളിൽ ഞങ്ങൾ പ്രോഗ്രാം, കൊല്ലത്ത് ആദ്യമായിട്ടല്ല, ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരായി. ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും നേരം തന്ന സപ്പോർട്ട് ഇനിയും തരണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. ഇവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. അടിപൊളിയായിരുന്നു. പെർഫോമൻസ് മാത്രമല്ല, ഇവരുടെ ഈ ഒരു പ്രോഗ്രാം 1-2 മണിക്കൂർ നമ്മളിങ്ങനെ കണ്ടു നിന്നു. അമ്മാതിരി അവതരണമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ആലിംഗലമ്മ എത്തിയത്. വളരെയധികം സന്തോഷം. പ്രസൻറ്റേഷനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അത് നമ്മളത് പറഞ്ഞാൽ തീരത്തെ, അത് കണ്ടാലേ മനസ്സിലാവും. നമ്മുടെ കൊല്ലം ജില്ലയിൽ പരമ്പരാദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വന്നത്. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആലിംഗലമ്മ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഈ പരവൂർ മണ്ണിൽ കാഴ്ചവെച്ചതിന് കമ്മിറ്റിയുടെ ഒരു ആദരവ് നൽകുന്നതാണ്. നമ്മുടെ വൈറൽ താരം നയന എന്ത് ചെയ്യുവാണ്? എന്ത് ഇവിടെ എങ്ങനെയുണ്ട് സപ്പോർട്ട്? അടിപൊളിയല്ലേ? നയനയ്ക്ക് ഒരുപാട് ഫാൻസ്. ഈ ഫാൻസിനെ കാണുമ്പോ എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പേരെന്ത്? അമൃത. നേരത്തെ ഒരു മാല ഇട്ട അമൃതയില്ലായിരുന്നു? ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കൊള്ളാം കേട്ടോ. നല്ല പേരെന്ത്? സൂപ്പർ കേട്ടോ. നല്ല എനർജി. എല്ലാവരും അടിപൊളി. സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെ പരവൂരിനെ പറ്റി എന്തോ പറയാനുണ്ട്? അടിപൊളി സപ്പോർട്ട്, ഒന്നും പറയാണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ആലിംഗലമ്മയുടെ ആശാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പരവൂര് വന്ന് ഇത്രയും കിടിലം പരിപാടി അവതരിപ്പിച്ചതിന് നന്ദി. സ്ഥലം കുറച്ചും കൂടെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു പൊളിച്ചേനെ. ഒരു വരവ് കൂടെ നമ്മൾ വരുത്തും. ഓക്കെ, അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് ഒരു ഡാറ്റ കൊടുക്കും.